ത്രില്ലർ സിനിമകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം സസ്പെൻസ് ഒക്കെ ഉള്ള, അതായത് മിസ്റ്റീരിയസ് മർഡർ ഒക്കെ നടന്നതിന് ശേഷം പോലീസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നു, ഇൻവെസ്റ്റിഗേഷൻ എല്ലാം ചെയ്തതിന് ശേഷം ലാസ്റ്റ് ആ കൊലയാളി ആരാണ്, എന്തിനാണ് കൊന്നത്, അങ്ങനെയൊക്കെ റിവീൽ ആവുന്ന മൂവീസ് ഉണ്ടല്ലോ, ആ മോഡൽ മൂവീസ് ആണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അല്ലാതെ ആദ്യമേ വില്ലൻ ആരാന്ന് മനസ്സിലായതിന് ശേഷം സിനിമ മുന്നോട്ട് കാണുന്നത് എനിക്ക് വലിയ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നാറില്ല. എനിക്കത് പെട്ടെന്ന് ബോറടിക്കും. അപ്പൊ ഞാൻ കണ്ടതിൽ വെച്ച് ഞാൻ ഓൾമോസ്റ്റ് എല്ലാ ലാംഗ്വേജിലുള്ള മൂവീസും കാണും. നമുക്കിപ്പോൾ സബ് ടൈറ്റിലൊക്കെ ലഭ്യമായതുകൊണ്ട് തന്നെ ഏത് ഭാഷയിലുള്ള സിനിമകളും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഭാഷയിലുള്ള സിനിമകളും കാണുന്നുണ്ട്. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് തമിഴിലെ 5 മിസ്റ്റീരിയസ് മർഡർ മൂവീസ് ആണ്. പോലീസ് ഇൻവെസ്റ്റിഗേഷൻ മൂവീസ് എന്ന് തന്നെ പറയാം. കുറച്ച് പഴയ മൂവീസാണ്. 2019ലും 2020ലും ഒക്കെ റിലീസായ മൂവീസാണ്. നിങ്ങൾ കുറെ പേര് ഇതൊക്കെ കണ്ടിട്ടുണ്ടാവും. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കാണുക. ഇത് പാർട്ട് 1 ആണ്. ഇനി പാർട്ട് 2 ഒക്കെ ഉണ്ടാവും. പല ഭാഷകളിലുള്ള ഇതുപോലുള്ള ക്രൈം ഇൻവെസ്റ്റിഗേഷൻ മൂവീസ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അപ്പൊ ഈ മൂവീസ് ഒക്കെ നിങ്ങൾ കണ്ടതാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്നെ കമന്റ് സെക്ഷനിൽ പറയാൻ മറക്കരുത്. കാണാത്തവരാണെങ്കിൽ കാണുക, കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക. നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് ആ മൂവീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് 2 സ്ത്രീകളാണ് വീണു മരിക്കുന്നത്. ആദ്യം ഒരു സ്ത്രീ വീണു മരിക്കുന്നു, പിന്നെ വീണ്ടും വേറൊരു സ്ത്രീ വീണു മരിക്കുന്നു. ഒറ്റ നോട്ടത്തിൽ ഇത് ആത്മഹത്യയാണെന്നേ നമുക്ക് തോന്നുകയുള്ളൂ. പക്ഷേ ഇത് ആത്മഹത്യയാണോ അതോ കൊലപാതകമാണോ? ഈ കേസ് അന്വേഷിക്കാനായി എത്തുന്ന ആളാണ് ഇൻസ്പെക്ടർ കാളിദാസ്. ഈ സിനിമയുടെ പേരും കാളിദാസ് എന്ന് തന്നെയാണ്. 2019ലാണ് ഈ സിനിമ റിലീസായത്. ഈ മൂവി C5ൽ അവൈലബിൾ ആണ്. ഒരു ഡീസന്റ് ഇൻവെസ്റ്റിഗേഷൻ ക്രൈം ത്രില്ലർ മൂവി എന്ന് തന്നെ പറയാം. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും മിസ് ചെയ്യാതെ കാണുക. രണ്ടാമത്തെ മൂവി, പോലീസ് ഉദ്യോഗസ്ഥനായ കുമരൻ ഒരു കൊലപാതകം കാണുന്നു. പ്രതിയെ പിടിക്കാനായി ഓടുന്നതിനിടയിൽ, ആ കൊലപാതകം ചെയ്യുന്ന പ്രതിനെ പുള്ളിക്കാരൻ കാണുന്നുണ്ട്. ആ പ്രതിയെ പിടിക്കാനായി ഓടുന്നതിനിടയിൽ ഒരു അപകടം സംഭവിക്കുന്നു. അപകട സ്ഥലത്ത് വെച്ച് തന്നെ നമ്മുടെ പ്രതി കൊല്ലപ്പെടുന്നു. ഇതിനുശേഷം 2 വർഷങ്ങൾക്ക് ശേഷം ഒരു സ്ത്രീയും കൊല്ലപ്പെടുന്നു. ഒരു സിനിമാ നടിയാണ് അവര്. ഈ 2 കൊലപാതകങ്ങളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? എന്താണ് അവ തമ്മിലുള്ള ബന്ധം? ഇതാണ് ഈ സിനിമയുടെ ഒരു പ്ലോട്ട്. ഇതൊരു സൈഫിക് ഹൊറർ മൂവിയാണ്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലാണ് ഈ സിനിമ ലഭ്യമായിരിക്കുന്നത്. തീർച്ചയായും കണ്ടു നോക്കുക. ഈ സിനിമയിൽ നമ്മുടെ നായകൻ ഒരു ക്യാബ് ഡ്രൈവറാണ്. ഇയാൾ ഒരു പ്രധാന കേസിൽ സസ്പെക്ട്സ് ആയി മാറുന്നു. ഇയാൾ അപ്പൊ തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് ഈ സിനിമയുടെ ഒരു പ്ലോട്ട്. ഇയാൾ തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കഥകൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ അന്വേഷിച്ച് ഇങ്ങനെ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് രഹസ്യങ്ങളുടെ ചുരുളുകൾ ഇങ്ങനെ അഴിഞ്ഞഴിഞ്ഞു വരും. നമുക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു. ഇതൊരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ മൂവിയൊന്നുമല്ല, പക്ഷെ ഒരുപാട് എൻഗേജിങ് ആയിട്ടിരുന്ന് കാണാൻ പറ്റും. ഒത്തിരി രഹസ്യങ്ങളും സീക്രട്ടുകളും ഒക്കെ ഉണ്ട്. അതെല്ലാം ഇങ്ങനെ ഓപ്പണായി വരുമ്പോൾ നമുക്ക് അയ്യോ ഇതെന്താ സംഭവം അങ്ങനെ തോന്നുന്ന ഒരു ടൈപ്പ് മൂവിയാണ്. സിനിമയുടെ പേര് 20ക്ക് 1000 കണ്ണുകൾ. ഈ സിനിമ അങ്ങനെ പ്രധാനപ്പെട്ട OTT പ്ലാറ്റ്ഫോമിലൊന്നും ലഭ്യമല്ല. യൂട്യൂബിൽ അവൈലബിൾ ആണെന്ന് തോന്നുന്നു. സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് തീർച്ചയായും കാണാൻ സാധിക്കും. ജെസ്സിക്ക എന്ന യുവതി പള്ളിയിൽ കുമ്പസാരിക്കാനായി എത്തുന്നു. കുമ്പസാരം കഴിഞ്ഞപ്പോൾ ഈ അച്ഛനെ ആരോ കൊല്ലുകയും ജെസ്സിക്കനെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്യുന്നു. ആരാണ് ഈ യുവതി? ഈ കേസ് അന്വേഷിക്കാനായി എത്തുന്ന സബ് ഇൻസ്പെക്ടർ തിരുപ്പതി. എന്തിനാണ് ഇവരെ തട്ടിക്കൊണ്ടുപോയത്? എന്ത് രഹസ്യമാണ് ഇവർ അച്ഛനോട് പറഞ്ഞത്? ഒരുപാട് സംഭവ വികാസങ്ങളാണ് തുടർന്ന് അങ്ങോട്ട് നടക്കുന്നത്. തീർച്ചയായും കണ്ടിരിക്കാൻ സാധിക്കുന്ന ഒരു അടിപൊളി ഇൻവെസ്റ്റിഗേഷൻ മൂവിയാണിത്. ഈ സിനിമ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആണ്. സിനിമയുടെ പേര് കുട്രം 23. ക്രിമിനോളജി സ്റ്റുഡൻ്റായ വെട്രി ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസിയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മുടെ വെട്രിക്ക് ആദ്യം കിട്ടുന്ന ടാസ്ക് എന്താണെന്ന് വെച്ചാൽ 3 പേരെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അന്വേഷിച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഈ 3 പേരെ കുറിച്ച് വെട്രി അന്വേഷിക്കാൻ തുടങ്ങുമ്പോൾ ഇതിൽ ഓരോരുത്തരായി കൊല്ലപ്പെടുന്നു. ഇതിന്റെ പിന്നിൽ ആരാണ് ഇവരെയെല്ലാം കൊല്ലുന്നത്? ഒരുപാട് സസ്പെൻസുകളൊക്കെ ഉള്ള ഒരു അടിപൊളി മൂവിയാണ്. ഈ സിനിമ ആഹാ പ്ലാറ്റ്ഫോമിലാണ് ലഭ്യമായിരിക്കുന്നത്. സിനിമയുടെ പേര് തെകിടി. ഈ സിനിമകളൊക്കെ നിങ്ങൾ പലരും കണ്ടതായിരിക്കാം. ഇനി കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കണ്ടു നോക്കുക. ഇന്ന് ഞാൻ 5 സിനിമകളാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ വേറെ ലാംഗ്വേജിലുള്ള അടിപൊളി ക്രൈം ത്രില്ലർ മൂവീസ് കാണാം. തമിഴിൽ തന്നെ ഒരുപാട് ക്രൈം ത്രില്ലർ മൂവീസ് ഉണ്ട്. ഞാൻ ക്രൈം ത്രില്ലർ മൂവീസിന്റെ ഒരുപാട് ഷോർട്സ് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലേ കാണുക. നമുക്കിനി വീണ്ടും മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ ബൈ.